ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് പാലട പ്രഥമനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാലട മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാലട പ്രഥമൻ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ പാലടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാലട പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതുപോലെ ഞാൻ 2 പാക്കറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഈ പാലട പായസം തയ്യാറാക്കുന്നത്. 200 ഗ്രാം പാക്കറ്റിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഈ ഒരു പാലട പ്രഥമൻ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് കൊണ്ട് പാലടയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാലട പ്രഥമനൊക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ പാലട പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു അടി കട്ടിയുള്ള പാത്രമോ അതല്ലെങ്കിൽ ഉരുളിയോ എടുക്കാം. ഞാനിവിടെ ഗ്രാനൈറ്റിൻ്റെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഈ ഒരു പാലട മിക്സ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് വാങ്ങി വെച്ചിട്ടുള്ള പാലൊന്ന് അരിച്ചിട്ടാണ് പാത്രത്തിലേക്ക് ചേർക്കുന്നത്. നമ്മൾ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്താ നമ്മൾ 2 ലിറ്റർ പാലാണ് സ്റ്റവിൽ വെച്ചിരിക്കുന്നത്. ഇത് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാല് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പായസം മിക്സ് ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ചേർക്കാം. ഈ ഒരു രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മിൽമയുടെ പായസം മിക്സ്. അതിനകത്ത് 2 പാക്കറ്റും നമ്മൾ പാത്രത്തിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മിൽമയുടെ പാലട മിക്സ്. പാല് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാട കെട്ടാതെ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാൻ പറ്റും. പാല് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് തിളച്ച് പുറത്തോട്ട് തൂവി പോവുകയുള്ളൂ. നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പായസം മിക്സ് ചേർക്കാം. അങ്ങനെ നമ്മളിതിലേക്ക് 400 ഗ്രാം പായസം മിക്സാണ് ചേർക്കുന്നത്, അതായത് 2 പാക്കറ്റ്. അങ്ങനെ പായസം മിക്സും ചേർത്ത ശേഷം 15 മിനിറ്റ് നേരമാണ് നമുക്കിനി തിളപ്പിച്ചെടുക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കൺസിസ്റ്റൻസി എത്രയാണോ ആ ഒരു രീതിയിലാവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. അങ്ങനെ എന്താ പായസം മിക്സൊക്കെ ചേർത്ത ശേഷം ഇളക്കാൻ തുടങ്ങുമ്പോഴേക്കും പാലിൻ്റെ കളറൊക്കെ മാറി പിങ്ക് കളറായി വരുന്നുണ്ട്. 15 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാലട മിക്സ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത്ര ഒരു തിക്നെസ്സായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 10 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പാല് തിക്കായിട്ട് വരുന്നത് കാണാം. അപ്പോൾ അതും ഇതിലേക്ക് ഇങ്ങനെ ഇളക്കി ചേർക്കേണ്ടതാണ്. ഇതേപോലെ അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന അട വെന്തോന്നുള്ളതും കൂടി ഒന്ന് നോക്കണം. നല്ല സോഫ്റ്റ് ആവുന്നവരെയാണ് നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇളക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിടിവിച്ചെടുത്താൽ മതി. അതിനകത്ത് ഈ ഒരു തിക്നെസ് ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിതൊരു ഉരുളിയിലേക്ക് സെർവ് ചെയ്യാം. അതിനകത്ത് പാലട പ്രഥമനൊക്കെ ഞാനൊരു ഉരുളിയിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു പാലട പ്രഥമൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പാലട മിക്സ് വെച്ചിട്ട് പാലട പ്രഥമൻ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് അഡീഷണലായിട്ട് പഞ്ചസാരയോ വേറെ പാലോ ഒന്നും ചേർക്കേണ്ടതില്ല. 2 ലിറ്റർ പാൽ കൊണ്ടാണ് നമ്മൾ ഈ 2 പാക്കറ്റ് പാലട പ്രഥമൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.